ഹായ്, ഞാനിപ്പോൾ എവിടെയുള്ളത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലാണ്. ഫെബിൻ MBBS ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സിലേക്ക് വന്നത്. 1 ഇയർ അല്ലേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഫെബിൻ MBBS ഡ്രോപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? കേരളത്തിൽ നിന്ന് ജീസസ് കൺട്രിയായ ഒമാനിലേക്ക് ഫെബിൻ ജോബിന് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഫെബിൻ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ, അതുപോലെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻ്റർവ്യൂവിന് വന്നത്? ഒമാനിൽ ഏത് ഹോസ്പിറ്റലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്? ആ ഹോസ്പിറ്റലിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ പറ്റി ഒരുപാട് പേർക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാവും. അത് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ജോലി സാധ്യതയുണ്ട്, നമുക്ക് അബ്രോഡ് പോകാൻ പറ്റുമോ എന്നിങ്ങനെ കുറേ ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കി അബ്രോഡ് ജോലി കിട്ടിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ആളുടെ ഇത്ര നാളത്തെ കരിയർ ജേണി എങ്ങനെയുണ്ടായിരുന്നു, അതുപോലെ ആൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തതെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഫെബിൻ. ഹായ്, എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ്. +2 കഴിഞ്ഞു, എൻട്രൻസ് പഠിച്ചു. അതിനുശേഷം റഷ്യയിലോട്ട് MBBS പഠിക്കാൻ വേണ്ടി പോയി. അത് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു, നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണ് പല ഫീൽഡും ഞാൻ അന്വേഷിച്ചു. അതിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് കൂടുതൽ നല്ലത് എന്ന് എനിക്ക് മനസ്സിലാവുകയും. ഫെബിൻ MBBS ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സിലേക്ക് വന്നത്. അപ്പോൾ എത്ര ഇയറാണ് ഫെബിൻ MBBS കംപ്ലീറ്റ് ആക്കിയത്? ഞാൻ അവിടെ 4 വർഷം കംപ്ലീറ്റ് ആയത്. അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. 1 ഇയർ അല്ലേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഫെബിൻ MBBS ഡ്രോപ്പ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാനവിടെ 4 കൊല്ലം പഠിച്ച് അതിനുശേഷമാണ് മനസ്സിലായത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഫീൽഡ് ഇഷ്ടമില്ല. മനസ്സുകൊണ്ട് ആ ഫീൽഡിൽ പഠിക്കുവാനും അതിൽ ജോലി ചെയ്യുവാനും ഇഷ്ടമില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് അവിടെ ആ ഫീൽഡ് നിർത്തി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതും ഇതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നോ? ഇല്ല, അത് ഞാൻ പഠിച്ച് നമ്മൾ കണ്ടിന്യൂ തുടർന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വരുന്നത് ഡോക്ടർമാരാണ്, അതിനുശേഷം നഴ്സുമാർ, അവർക്ക് സപ്പോർട്ട് വരുന്ന നഴ്സുമാർ. ഈ രണ്ട് പേര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മാനേജ്മെൻറ്റ് ഫീൽഡാണ് അതിൽ പ്രധാനപ്പെട്ടത്. അത് നമ്മൾ അറിയുന്നില്ല. കേരളത്തിൽ നിന്ന് ജീസസ് കൺട്രിയായ ഒമാനിലേക്ക് ഫെബിൻ ജോബിന് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഫെബിൻ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ, അതുപോലെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻ്റർവ്യൂവിന് വന്നത്? ഇൻ്റർവ്യൂവിൽ ആദ്യം അവർ ചോദിച്ചത് നമുക്ക് സംസാരിക്കാൻ ലാംഗ്വേജ് സ്കില്ലാണ് അവർ നോക്കിയത്. അതിൽ മെയിനായിട്ട് ഇംഗ്ലീഷാണ് അവർ ശ്രദ്ധിച്ചത്. രണ്ടാമത് അവർ നോക്കിയത് നമുക്ക് പ്രാക്ടിക്കൽ സ്കില്ല് ഉണ്ടോയെന്നാണ്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതിൽ ഒരുപാട് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത് അവർ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് റിക്രൂട്ട് ചെയ്തത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിവുണ്ടോ എന്നാണ് അവർ നോക്കിയത്. ഫെബിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്? ഇതിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് PRO, HR, ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ റെക്കോർഡ് കീപ്പിംഗ്, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതെല്ലാമാണ് മെയിനായിട്ട് വരുന്നത്. ഒമാനിൽ ഏത് ഹോസ്പിറ്റലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്? ആ ഹോസ്പിറ്റലിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ? ഒമാനിൽ ബദ്റുൽ സമ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ജോയിൻ ചെയ്യുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇനി അടുത്തത് എന്താ ചൂസ് ചെയ്യാമെന്നും, അതുപോലെ ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് ജോലി കിട്ടാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെടുത്ത് ഫെബിന് എന്താണ് ഫെബിൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്? +2 കഴിഞ്ഞ് നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിലോട്ട് താല്പര്യമുള്ളവർ, അവരെന്തായാലും അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഭാവി സുരക്ഷിതമായിരിക്കും. ഒരുപാട് ഹോസ്പിറ്റലുകളുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ തന്നെ കൂടി വരെയാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ളതും മെഡിക്കൽ ഫീൽഡ് ഏറ്റവും മെച്ചപ്പെട്ട് നിൽക്കുന്ന കേരളത്തിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഒഴിവുകളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഉണ്ടാവും. ഈ ഡോക്ടർമാരും നഴ്സുമാരും അല്ലാതെ തന്നെ ഒരുപാട് ഒഴിവുകളുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഈ ഒരു ഫീൽഡ് നല്ലതായിരിക്കും. ഈ മേഖലയിൽ ഈ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കരിയർ ഗ്രോത്ത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറയില്ല. അപ്പോൾ നമ്മളിപ്പോൾ വേണ്ടത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, അതനുസരിച്ച് നമ്മുടെ ലൈഫ് സെക്യൂർ ആവും. ഫെബിൻ ഇത്ര നേരം നമുക്ക് പറയുന്നത് ഫെബിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ MBBSന് ജോയിൻ ചെയ്ത് 4 ഇയർ അത് തുടർന്ന് പഠിച്ചു. അതിനുശേഷം 1 ഇയർ ബാലൻസുള്ള ടൈമിലാണ് ഫെബിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിലേക്ക്
ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആയി ഫെബിന് ജോലി കിട്ടിയിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കരിയറിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. ആഗ്രഹമാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ഫെബിനെ പോലുള്ളവർ മറ്റുള്ളവർക്കൊരു മാതൃകയാവട്ടെ. നിങ്ങൾക്കും ഇത് മാതൃകയാക്കിയിട്ട് നിങ്ങൾക്കൊരു സക്സസ്സിൽ എത്താനായിട്ട് സാധിക്കും. ഫെബിന് ആഗ്രഹിച്ച പോലുള്ള ലൈഫും കരിയറും ഉണ്ടാവട്ടെ. ഫെബിന് ഈ ഫ്യൂച്ചറിലേക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.